ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൈസ്. അപ്പോൾ നമ്മളിത് അടുപ്പേരോട്ട് രണ്ടാമൊക്കെ വെച്ച് നെയ്യൊക്കെ ഇടുന്നുണ്ട്. എനിക്കൊരു സംശയം, അച്ഛൻ ഈ ഇടുന്ന നെയ്യ് മൊത്തം വെളിയിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതെ എനിക്കില്ല ഗൈസ്. പോട്ടെ, വിട്ടേക്കാം. അച്ഛനല്ലേ, സ്വന്തം അച്ഛനല്ലേ. പിന്നെ നമ്മളിത് അരിഞ്ഞ് വെച്ച് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മുമ്പേ കഴുകി വെച്ച റൈസ് എല്ലാം കൂടെ ഇട്ട് ചിരിച്ചായിക്കോട്ടെ, അതുകൊണ്ട് റൈസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. എന്തോ ഒരു കുന്തം വേറൊന്നുമല്ല ഗൈസ്, നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ചയെങ്കിലും ഒരു നല്ല ഫുഡ് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മൾ തകർക്കും അല്ലേ. പിന്നെ നമ്മളിതാ ബീഫാണ് ഗൈസ്. നെയ്ച്ചോറും ബീഫും അല്ലേ. അപ്പം ബീഫൊക്കെ നമ്മൾ വേവിച്ച് വെച്ചു. അപ്പോൾ റൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫും നമ്മൾ കറിയാക്കി മല്ലിച്ചപ്പൊക്കെ വിതറിയിട്ടു. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലോട്ടത് വിളമ്പിയിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ച് എൻ്റെ മോനെ സ്വർഗ്ഗം കാണും. അപ്പോൾ ബൈ.